കോഴിക്കോട് എന്നുള്ളൊരു കൗതുക കാഴ്ചയാണ്. ശരിക്കും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. ഒരു വർഷം മുൻപ് ജനിച്ച ഒരു കോഴി. ഇത്ര കാലവും ഈ കോഴി ജീവിച്ചത് ശരീരത്തിൽ തൂവലില്ലാതെയാണ്. തൂവലില്ലെങ്കിലും പക്ഷെ മറ്റു കുറവുകളൊന്നുമില്ല. 6 മുട്ടകളാണ് കോഴിക്കോട്ടെ ചാത്തമംഗലത്തെ ഈ കോഴി ഇതുവരെ ഇട്ടത്. മുട്ടയിട്ടതെല്ലാം ശരി തന്നെ, പക്ഷെ ചിറകിൽ ഒരു തൂവൽ പോലും മര്യാദക്കില്ലാത്ത താൻ എങ്ങനെ ഇനി അടയിരുന്ന് കുഞ്ഞുങ്ങളെ വിരിയിക്കും എന്ന വേവലാതിയാണ് ഈ കോഴിക്ക്. ചിക്കൻ ഫ്രൈ ആക്കാൻ തയ്യാറാക്കിയ കോഴിയല്ല ഇത്. ജീവനുള്ള നല്ല ഒന്നാം തരം പിടക്കോഴി. ഒരു വർഷം മുമ്പ് ചാത്തമംഗലത്തെ കുറുവച്ചാലിൽ അശോകന്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ ഇവൾക്ക് കുറച്ച് തൂവലുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇങ്ങോട്ട് കണി കാണാൻ പോലും ശരീരത്തിൽ തൂവൽ വളർന്നില്ല. പ്രായം കൂടി വന്നതോടെ തൂവലില്ലാത്തത് കാക്കകളും മറ്റു കോഴികളും നന്നായി ആസ്വദിച്ചു. നടന്നു പോകുന്ന ജീവനുള്ള കോഴിയിറച്ചിയെ ഇവർ കൊത്തി വലിച്ചു. ഇതിന്റെ പാടുകൾ ഇവരുടെ ശരീരത്തിൽ ഇതുപോലെ ഉണ്ടാകും. ഈ മുളങ്കൂടാണ് ഇവരുടെ സ്ഥിരം താവളം. ഇവിടെ നിന്നും ഇറങ്ങേണ്ട താമസം ഇതുപോലെ കാക്കകൾ കൂട്ടമായെത്തും. ആള് നന്നായി ഓടും. പറക്കാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഓടിത്തീർക്കും. ചിറകിൽ തൂവലില്ലാത്തതിനാൽ ഉയരങ്ങളിൽ നിന്നുള്ള ചാട്ടം പലപ്പോഴും പിഴയ്ക്കാറുണ്ട്. ചിലപ്പോൾ മലർന്നടിച്ച് വീഴും. തന്നേക്കാൾ ചെറുപ്പമുള്ള കോഴിയാണ് ഇവരുടെ സ്ഥിരം കൂട്ട്. പ്രായത്തിൽ കൂടുതലുള്ള കോഴികളോട് ചങ്ങാത്തത്തിന് പോകാറുമില്ല. തൊട്ടടുത്തുള്ള വീടുകളിലെ കോഴികൾ കറങ്ങി നടക്കുമ്പോഴും ഈ കോഴി ഒറ്റയ്ക്ക് തന്നെയാണ്. തൂവലില്ലാത്ത ഈ പിടയെ മൈൻഡ് ചെയ്യാൻ കൂട്ടാക്കാത്ത ഒരു സുന്ദരൻ പൂവൻ കോഴിയെയും ഞങ്ങൾ കണ്ടു. മുഖം കണ്ടാലറിയാം ക്യാമറയും കൊണ്ടുള്ള ഞങ്ങളുടെ നിൽപ്പ് ചില്ലറയൊന്നുമല്ല ഈ കോഴിയെ പേടിപ്പിക്കുന്നതെന്ന്. ഈ പിടയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഇവളോട് നേരിയ സാമ്യമുണ്ട്. രണ്ടുപേരുടെയും കഴുത്തിൽ തൂവലില്ല. 6 മുട്ടകളാണ് നമ്മുടെ കഥാനായിക ഇതുവരെ ഇട്ടത്. ഓരോ ദിവസവും ഇടവിട്ടാണ് മുട്ടയിടൽ. 2 മാസം മുമ്പ് മുട്ടയിടാൻ തുടങ്ങിയെങ്കിലും ഒരു മുട്ടയിടുമ്പോഴേക്കും വെടി തീർന്നു പോയിരുന്നു. രണ്ടാമത്തെ മുട്ടയ്ക്ക് ഗൗളിയുടെ മുട്ടയുടെ വലിപ്പം മാത്രമാണ് ഉണ്ടായത്. ഇപ്പോഴിട്ട 6 മുട്ടയ്ക്ക് അടയിരിക്കാൻ തൻ്റെ കോഴിക്ക് കഴിയില്ലല്ലോ എന്ന വിഷമത്തിലാണ് അശോകൻ. മുട്ട വിരിക്കാൻ പറ്റില്ല. മുട്ട വിരിച്ചാൽ അതിന് ഈ കോഴിക്ക് സംരക്ഷണം കൊടുക്കാൻ സാധിക്കില്ല. അതിന് മക്കളെ മറ്റ് ജീവികൾ കൊണ്ടുപോകും. അടുത്ത വീടുകളിലെ പൂവൻ കോഴികളും പിടകളും ഒരുമിച്ച് നടക്കുമ്പോൾ പ്രകൃതി നഗ്നയാക്കിയ ഇവളിങ്ങനെ അപമാനിതയായി ജീവിക്കുകയാണ്. ഇത് കണ്ടോ, ഈ പിടക്കോഴിക്ക് ആകെയുള്ളതും എന്നാൽ നീളമുള്ളതുമായ ഏക തൂവൽ ഇതാണ്. നാണം മറക്കാൻ ഗതിയില്ലാത്ത ഈ പാവത്തിന് ആരെങ്കിലും ഒരു കുപ്പായം തയ്പ്പിച്ചു കൊടുത്തേ മതിയാവൂ. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അഭിലാഷ് രാമേന്ദ്രനൊപ്പം TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.